ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്നൊരു അടിപൊളി അമേരിക്കൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സിനിമ വലിയൊരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ 2ാം ഭാഗവും അവരെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് 2ാം ഭാഗവും ചെയ്യാം. സ്ലോ പാത്ത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഈ സിനിമ ഇഷ്ടാവും. സുഹൃത്തിന്റെ മരണവിവരം അറിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന പോലീസുകാരനായ ഹീറോ കേസിൽ സംശയം തോന്നിയതുകൊണ്ട് അവനത് അന്വേഷിക്കാൻ പുറപ്പെടുന്നു. സുഹൃത്തിന്റെ കുടുംബം മുഴുവൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് സുഹൃത്ത് തന്നെയാണ് ചെയ്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ ചുരുളുകൾ അഴിയുമ്പോൾ യഥാർത്ഥ സത്യം പുറത്തു വരുന്നു. എന്നാൽ നമുക്ക് ഇന്ന് കാണാം 2020 റിലീസ് ചെയ്ത ദ ഡ്രൈ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വരണ്ടുണങ്ങിയ ഒരു നാട്. ആ നാട്ടിൽ അധികം ജനങ്ങളൊന്നുമില്ല. തിരക്കില്ലാത്തൊരു ചെറിയ ഗ്രാമം. അവിടെ ഒരു വീട്ടിൽ ഒരു കുഞ്ഞു മാത്രം കരയുന്ന ശബ്ദം കേൾക്കാം. ആ വീടിനകത്തേക്ക് പോയി നോക്കുമ്പോൾ ഭിത്തിയിൽ മുഴുവൻ ചോര ചിതറിയ പാടുകൾ കാണാം. ഒരു സ്ത്രീ അവിടെ വെടികൊണ്ട് മരിച്ച അവസ്ഥയിൽ കിടക്കുന്നു. തലമാരയിൽ ഒരു ചെറിയ പയ്യന്റെ കാലുകളും കാണാം. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഒരുപാട് അകലെയുള്ള ഒരു വലിയ സിറ്റി. അവിടെയാണ് ഹീറോ ജോലി ചെയ്യുന്നത്. കാലത്ത് ജോലിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ഒരു വോയിസ് മെസ്സേജ് ഹീറോയ്ക്ക് ലഭിക്കുന്നത്. കൂട്ടുകാരന്റെ അച്ഛനായിരുന്നു അത്. കൂട്ടുകാരന്റെ അച്ഛൻ പറയാണ്, മോനെ, നീ ഉറപ്പായിട്ടും വരണം. നിന്റെ കൂട്ടുകാരന്റെ ഫ്യൂണറലാണ്. അവൻ നിന്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരുപാട് കാലം അവൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു. നീ വന്നതേയില്ല. ഇപ്പോഴെങ്കിലും ഒരു തവണ നീ വരണം. നിന്നെ ഞങ്ങൾ കാത്തിരിക്കും എന്നും പറഞ്ഞ് കൂട്ടുകാരന്റെ അച്ഛന്റെ അങ്കിളുടെ വോയിസ് മെയിൽ. ഹീറോ എന്തായാലും പോകാൻ തീരുമാനിക്കുന്നു. അന്ന് ജോലിക്ക് പോകാതെ ലീവും പറഞ്ഞ് ഒരുങ്ങി തന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോവാണ് ഹീറോ. ഇത് ഓസ്ട്രേലിയയിലെ ഒരു ചെറിയ ഗ്രാമമാണ്. ഒരുപാട് നാളുകളായി മഴയൊന്നും കിട്ടാതെ വറ്റി വരണ്ട നാട്. അവിടെയാണ് ഈ ഫ്യൂണറൽ നടക്കുന്നത്. മരിച്ച കൂട്ടുകാരന്റെ അച്ഛനും അമ്മയും പിന്നെ ജീവനോടെ ബാക്കി കിട്ടിയ ആ കൊച്ചു കുഞ്ഞും ആ നാട്ടിലെ ബാക്കിയുള്ള ജനങ്ങളെല്ലാവരും അന്നത്തെ ഫ്യൂണറലിന് വേണ്ടി പള്ളിയിൽ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവരും വിഷമത്തോടെ കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ സ്ഥലത്തേക്കാണ് ഹീറോ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ കയറി വരുന്നത്. 3 പേരാണ് മരിച്ചിരിക്കുന്നത്. കൂട്ടുകാരന്റെ ഭാര്യ, പിന്നെ മൂത്ത മകൻ. ആ കുടുംബത്തിന്റെ പഴയ ഫോട്ടോകളും വീഡിയോകളും കാണിച്ച് എല്ലാവരും അവരവരുടെ മെമ്മറീസ് പറയുന്നുണ്ടാവും. അപ്പോഴാണ് ഹീറോയ്ക്ക് അവന്റെ ചെറുപ്പകാലം ഓർമ്മ വരുന്നത്. ഈ മരിച്ച കൂട്ടുകാരനും ഹീറോയും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. കൂടെ തന്നെ വേറെ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. ഇവര് 4 പേരുമാണ് ചെറുപ്പം മുതലേ ഒരുമിച്ച് വളർന്നതും പഠിച്ചതും കളിച്ചതും രസിച്ചതുമല്ല. ആ ഓർമ്മകളെല്ലാം ഹീറോയുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും. പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തു വരുമ്പോഴാണ് ഹീറോയുടെ ചെറുപ്രായത്തിലെ ആ കൂട്ടുകാരി കാണാൻ വരുന്നത്. ഗ്രച്ചൻ എന്നാണ് അവളുടെ പേര്. മറ്റൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, എലി. ആ എലി നേരത്തെ മരണപ്പെട്ടു. ഇപ്പൊ ഗ്രച്ചൻ മാത്രമേ ഉള്ളൂ. ഗ്രച്ചൻ ഹീറോയെ വന്ന് കണ്ടിട്ട്, ഒരുപാട് നാളായല്ലോ, ഇപ്പോഴെങ്കിലും നിന്നെ കൺകുളിർക്ക കാണാൻ പറ്റി. പക്ഷെ ഈ ഒരു അവസ്ഥയായതുകൊണ്ട് എനിക്കും സങ്കടമുണ്ട്. അങ്ങനെ അവർ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗ്രച്ചൻ അവളുടെ മോനെ വിളിക്കും. 7-8 വയസ്സ് പ്രായമുള്ള മോന. ആ മോന്റെ കൂടെ പഠിച്ച പയ്യനായിരുന്നു ഹീറോയുടെ കൂട്ടുകാരൻ, ലൂക്കിന്റെ മകൻ. അവനാണ് മരണപ്പെട്ടത്. ആ വിഷമങ്ങളെല്ലാം ഇവർ പരസ്പരം പറഞ്ഞിട്ട് ലൂക്കിന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോകാന്ന് പറയും. അങ്ങനെ പള്ളിയിലെ പരിപാടി കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ഇവരെല്ലാരും പോവാണ്. വന്ന എല്ലാവരോടും കൂട്ടുകാരൻ ലൂക്കിന്റെ അച്ഛനും അമ്മയും നന്ദി പറയുന്നു. ലൂക്ക് നല്ലൊരു സോളാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും നല്ലൊരു കൂട്ടുകാരനായിരുന്നു അവൻ. ഇതിങ്ങനെ ആ പാരന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകലെ നിന്നൊരു ശബ്ദം കേൾക്കാം. അതെ, അവൻ എല്ലാവരെയും കൊന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ലവനായിരിക്കാം. അത് ഗ്രാൻഡ് എന്ന് പറയുന്ന അതേ ഗ്രാമത്തിൽ വസിക്കുന്ന വേറൊരാളാണ്, ഇവരുടെയൊക്കെ അയൽവാസി. അയാൾക്ക് ലൂക്കിനോട് ദേഷ്യമാണ് ചെറുപ്പം മുതലേ. അതെന്തുകൊണ്ടാണെന്ന് വഴിയെ നമുക്ക് മനസ്സിലാവും. ഞാൻ ആ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ വന്നിട്ട് പോലും ഉണ്ടാവില്ല എന്ന് ഗ്രാൻഡ് പറയും. ആരും ഒന്നും മിണ്ടുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹീറോ തന്റെ കാറെടുത്ത് പണ്ട് ഈ നാട്ടിലുണ്ടായിരുന്ന ചെറിയൊരു തോടുണ്ട്. ഇവരൊക്കെ കളിച്ചു വളർന്ന നിറയെ വെള്ളം ഉണ്ടായിരുന്ന ഒരു തോട്. ആ തോട്ടിലേക്ക് ചെല്ലും. ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇന്ന് ആ തോട്ടിൽ വെള്ളമില്ല, വറ്റി വരണ്ടിരിക്കുക. ആ സമയത്ത് ഹീറോയ്ക്ക് പഴയൊരു ഓർമ്മ വരുന്നുണ്ട്. അവന്റെ കൂട്ടുകാരി എലിയുടെ ഡെഡ് ബോഡി ആ തോട്ടിൽ നിന്നുമാണ് കണ്ടുകിട്ടിയത്. അതാലോചിച്ച് ഹീറോ വിഷമത്തിലാകും. അതും കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് കൂട്ടുകാരന്റെ അച്ഛനും അമ്മയും ഹീറോയെ വിളിക്കുന്നത്. ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവരെ വീട്ടിൽ ചെന്ന് കാണും. ആ അപ്പനും അമ്മൂമ്മയ്ക്കും ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞു മാത്രമേ ഉള്ളൂ കൂട്ട്. മരിച്ചു പോകാതെ അവർക്ക് തിരിച്ചു കിട്ടിയ ആ കുഞ്ഞ്. അതിനെ കണ്ടു കഴിഞ്ഞിട്ട് ഹീറോ കൂട്ടുകാരന്റെ അച്ഛനും അമ്മയോട് സംസാരിക്കും. നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ പറഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ അമ്മ പറയും, നിനക്ക് നിന്റെ കൂട്ടുകാരനെ അറിയാലോ. ലൂക്ക് ഒരിക്കലും ഭാര്യയും കുഞ്ഞിനെയും കൊല്ലാൻ സാധ്യതയില്ല. ഈ നാട്ടുകാരെല്ലാവരും അവനാണ് കുറ്റക്കാരനെന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്കതിന് കഴിയില്ല. ഇതിലെ സത്യം നീ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നീ ഞങ്ങളെ സഹായിക്കണം. ലൂക്കിനൊരു ഫാം ഉണ്ടായിരുന്നു. ആ ഫാം അവൻ പണയം വെച്ച്
കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. ഒരുപക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പലിശക്കാരായിരിക്കോ ലൂക്കിനോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ആന്റി എന്നോട് ക്ഷമിക്കണം. ഈ കേസിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ലോക്കൽ പോലീസിനെയാണ് അറിയിക്കേണ്ടത്. എനിക്ക് ഈ കേസ് അന്വേഷിക്കാൻ പറ്റില്ല. എനിക്ക് അധികാരമുള്ളത് ടൗണിലാണ്. ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇവിടുത്തെ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു നോക്കൂ. അതുമാത്രമല്ല, ഈ നാട്ടിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാരന്റെ അച്ഛനും അമ്മയും പറയും, വേറെ ആരന്വേഷിച്ചാലും ഞങ്ങൾക്ക് തൃപ്തിയാവില്ല. നീയാണെങ്കിൽ സത്യം എന്തായാലും പുറത്തു കൊണ്ടുവരും. നിന്നെ ഞങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ കേസുകൾ നീ സോൾവ് ചെയ്തതല്ലേ. ലൂക്കിന് നിന്നെ അഭിമാനമായിരുന്നു. അവൻ എപ്പോഴും നിന്നെക്കുറിച്ച് പറയുമായിരുന്നു. അവന്റെ കൂട്ടുകാരനാണ് ഇത്ര വലിയ നിലയിലെത്തിയതെന്ന്. ദയവേത് നീ സഹായിക്കണം. ഹീറോയ്ക്കാണെങ്കിൽ ഈ നാട്ടിൽ പോലും നിൽക്കാൻ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഇവരുടെ ആവശ്യത്തിൽ നിന്നും ഒഴിവാകാനാണ് ഹീറോ ശ്രമിക്കുന്നത്. അപ്പൊ അങ്കിൾ ചോദിക്കും, ആരൺ, ചെറുപ്പത്തിൽ നിങ്ങൾ നുണ പറഞ്ഞാണെന്ന് എനിക്കറിയാം. ലൂക്കും നുണ പറഞ്ഞായിരുന്നു. ആ പാവം പെൺകുട്ടിക്ക് അന്ന് എന്താണ് സംഭവിച്ചത്? നിങ്ങളന്ന് വേട്ടയ്ക്ക് പോയിട്ടില്ല. നിങ്ങളെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞ നുണയായിരുന്നു. അന്ന് ലൂക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നും അവൻ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ലേ? ആ സത്യമെങ്കിലും നീ ഞങ്ങളോട് തുറന്നു പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോ നിശബ്ദനാവും, നിസ്സഹായനാവും. അവന് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. അവൻ അങ്കിളോട് പറയും, ഞാൻ എന്തായാലും ഈ കേസ് നോക്കാം. അവന്റെ ഫാമിലെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാം. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അറിയിക്കാം. നിങ്ങൾക്ക് അത്രയും മതിയല്ലോ എന്നും പറഞ്ഞിട്ട് ഹീറോ അവിടുന്ന് കാറെടുത്ത് അടുത്തുള്ളൊരു ലോഡ്ജിലേക്ക് പുറപ്പെടുന്നു താമസിക്കാൻ വേണ്ടി. ആ സമയത്ത് ചെറുപ്പത്തിലെ ചില ഓർമ്മകൾ ഹീറോയുടെ തലയിൽ വരുന്നുണ്ട്. ഈ കഥയിൽ ഇടയ്ക്കിടെ പഴയ കാലം കൂടെ കാണിക്കുന്നുണ്ടാവും. ഒരു പഴയ മിസ്റ്ററി ഒളിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. ആ മിസ്റ്ററി അവസാനം ഓപ്പൺ ആവും. ഇപ്പൊ ആ ടീനേജ് പ്രായത്തിൽ ഇവർ ഒരുമിച്ച് തോട്ടി കുളിക്കുന്ന സമയത്ത് ഹീറോയുടെ കൂട്ടുകാരൻ ലൂക്ക് കളി എന്നോണം എലിയെ പിടിച്ച് വെള്ളത്തിൽ മുക്കുന്നുണ്ട്. അവള് കുറെ ശ്വാസം മുട്ടി പെടഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് ലൂക്കുമായി വഴക്കുണ്ടാക്കി അവിടുന്ന് മാറിപ്പോ. അതിന് മറ്റേ പെൺകുട്ടിയും ഗ്രച്ചനും ലൂക്കിന് ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ ഹീറോ അടുത്തുള്ള ലോഡ്ജിൽ ചെന്ന് മുറിയെടുക്കുന്നു. ആ ലോഡ്ജിൽ തന്നെ ഒരു ബാറുണ്ട്. ഒരു ഗ്ലാസ് ബിയർ കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് നേരത്തെ ഫ്യൂണറലിൽ നമ്മൾ കണ്ട ഗ്രാൻഡ് എന്ന് പറയുന്ന ആ കുഴപ്പക്കാരൻ അയാൾ അങ്ങോട്ട് വരുന്നു. കൂടെ തന്നെ ഈ ഗ്രാൻഡിന്റെ അങ്കിളും ഉണ്ട്. ആ അങ്കിള് ഹീറോയോട് പറയും, നിന്റെ മകനാടാ എന്റെ മോളെ കൊന്നത്. നിങ്ങൾ രണ്ടുപേരുമാണ് കൊന്നത്. എന്നിട്ട് പറ്റിച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു. വിടില്ലടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഗ്രച്ചൻ അത് അയാളല്ല, അയാളുടെ മകൻ തന്നെയാണ്. അയാളിപ്പോ ജീവനോടെ ഇല്ല എന്ന് അവന്റെ അങ്കിളിനോട് പറയുന്നുണ്ടാവും. സോ എല്ലിയുടെ അച്ഛനാണ് ഈ പ്രായമായ മനുഷ്യൻ. എല്ലിയുടെ കസിനാണ് നമ്മുടെ ഗ്രാൻഡ് എന്ന് പറയുന്ന ഈ പ്രശ്നക്കാരൻ. ഹീറോ എല്ലിയുടെ അച്ഛനോട് പറയും, എനിക്ക് നേരത്തെ നിങ്ങളോട് സോറി പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഈ സന്ദർഭം അതിനുപയോഗിക്കുകയാണ്. ഐ എം സോറി ഫോർ യുവർ ലോസ്. പക്ഷെ എനിക്കും അതിനും യാതൊരു ബന്ധമില്ല. ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞ് ഹീറോ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്നു. അപ്പൊ ഈ ഗ്രാൻഡ്, നീ എന്തിനാണ് ഈ നാട്ടിൽ താമസിക്കുന്നത്? നിന്നെ ഞങ്ങൾക്ക് കാണുന്നതേ ഇഷ്ടമല്ല. നിന്റെ കൂട്ടുകാരനോ ചത്തോ? നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങളായിരിക്കും കൊല്ലുക. ഇവരിങ്ങനെ ഹീറോയെ ഭീഷണിപ്പെടുത്തുന്ന സമയം ഹീറോയ്ക്ക് പഴയ ഓർമ്മകൾ. എല്ലി ലൂക്കിനോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് ദൂരേക്ക് എങ്ങോട്ടോ ഓടിപ്പോവാണ്. കൂടെ തന്നെ ഹീറോയും പോകുന്നുണ്ട്. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ ഹീറോയെ അന്വേഷിച്ച് നേരത്തെ വഴക്കുണ്ടാക്കിയില്ലേ ആ ഗ്രാൻഡ് അവന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക 2 ഇടി കൊടുക്കാൻ വേണ്ടി. ഹീറോ ആ കുഴപ്പത്തിൽ പെടാതിരിക്കാനും സീൻ വഷളാവാതിരിക്കാനും വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്ത് മാറി ഒളിച്ചു നിൽക്കും. പിറ്റേന്ന് നമ്മുടെ സാറ് കാറെടുത്ത് നേരെ കൂട്ടുകാരന്റെ ഫാമിലേക്ക് ചെല്ലുന്നു. അവിടെ ഒരു വർക്കിംഗ് ഷെഡുണ്ട്. ഈ ഷെഡിനകത്ത് അവിടുത്തെ ലോക്കൽ പോലീസ് എന്തൊക്കെയോ പരതിക്കൊണ്ടിരിപ്പുണ്ടാവും. ഹീറോ ചെന്ന്, എന്റെ പേര് ആരൺ ഫോക്ക് എന്നാണ്, ഞാൻ ലൂക്കിന്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയും. ഉടനെ ആ പോലീസുകാരൻ എഴുന്നേറ്റ് വന്ന്, ചെറുപ്പക്കാരനായ പോലീസുകാരനാണ്, അങ്ങനെ എഴുന്നേറ്റ് വന്ന്, നിങ്ങൾ AFP സ്പെഷ്യൽ ഡ്യൂട്ടി പോലീസ് ആണല്ലേ, ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടതിൽ സന്തോഷം. ഈ കേസ് ക്ലോസ് ആയെങ്കിലും ചില വിവരങ്ങളെല്ലാം ശേഖരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നാണെന്ന് ലോക്കൽ പോലീസ് പറയും. അപ്പൊ ഹീറോ, കൂട്ടുകാരന്റെ അച്ഛനും അമ്മയ്ക്കും ചില സംശയങ്ങളുണ്ട്. ലൂക്കിന്റെ ഫിനാൻസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അവർക്ക് അറിയണം. ആ ഫിനാൻസ് ബുക്കുകളൊക്കെ എനിക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? ഞാനത് കണ്ടാൽ കൊള്ളാമായിരുന്നു എന്ന് ഹീറോ പറയും. അതിനെന്താ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ലോക്കൽ പോലീസ് ഹീറോയെ വിളിച്ചുകൊണ്ട് പോകുന്നു. ലൂക്കിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ഹീറോ, നിങ്ങളാണോ ആദ്യം ഡെഡ് ബോഡീസ് വെരിഫൈ ചെയ്തത് എന്ന് ഈ ലോക്കൽ പോലീസിനോട് ചോദിക്കും. അദ്ദേഹം, അതെ, അത് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിരുന്നു, ഞാനത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരന്റെ വീട്ടിൽ ഭാര്യ എവിടെയാണ് കിടന്നതെന്ന് കാണിച്ചു കൊടുക്കും. ഡോറിന് തൊട്ട് മുന്നെയാണ്. ലൂക്ക് ഡോറ് തുറക്കുന്നു, ഭാര്യയെ ഷൂട്ട് ചെയ്യുന്നു. ഭാര്യ അവിടെ തന്നെ മരിച്ചു വീഴാണ്. അത് കഴിഞ്ഞ് ബെഡ്റൂമിലേക്ക് വന്ന് കബേർഡിൽ ഒളിച്ചിരുന്ന മകനെ കബേർഡിനകത്ത് വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. അവിടുന്ന് ഒരു 9 അടി അകലത്തിലാണ് കൊച്ചു കുഞ്ഞ് കിടക്കുന്നത്. ഒച്ച വെച്ച് കരയുന്നുണ്ടായിരുന്നു. എന്നാലും ആ കുഞ്ഞിനെ കൊന്നില്ല. അയാൾ ഇറങ്ങിപ്പോയി തന്റെ ഫീൽഡിൽ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. ഇത്രയും ചെയ്ത ആൾക്ക് ആ കുഞ്ഞിനെ മാത്രം എന്തുകൊണ്ട് കൊല്ലാൻ കഴിഞ്ഞില്ല? അതാണ് എന്റെ സംശയം. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, സംസാരിക്കാൻ കഴിയാത്ത കൊച്ചു കുഞ്ഞല്ലേ, അതുകൊണ്ട് അതൊരു വിറ്റ്നസ് ആവില്ല. മേ ബി അങ്ങനെയും ആവാമല്ലോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാ ലോക്കൽ പോലീസ് പറയും. അയാളുടെ ഭയം കണ്ടിട്ട് ഹീറോ ചോദിക്കും, ഇതാണോ നിങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് റിപ്പോർട്ട് എന്ന്? ആ പോലീസുകാരൻ അതേന്ന് പറയുന്നുണ്ട്. ആദ്യമായ ഒരു കൊലപാതകം കണ്ടത് പുള്ളി ഇപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് ചില കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്നുണ്ട്, എന്നാൽ പോലും മൈൻഡ് ശരിയായിട്ടില്ല. അങ്ങേരോട് സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഹീറോ ലൂക്കിന്റെ ഭാര്യ കാരൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ നാട്ടിലെ സ്കൂളിലേക്ക് ചെല്ലും. അവിടെ തന്നെയാണ് ഹീറോയുടെ പഴയ കൂട്ടുകാരിയും ജോലി ചെയ്യുന്നത്.
ഹീറോ ആ സ്കൂളിലെ പ്രിൻസിപ്പാളോട് സംസാരിക്കുന്നു. കാരൻ അവിടുത്തെ എന്ത് വർക്കാണ് ചെയ്തതെന്ന് ചോദിക്കും. അക്കൗണ്ടിലെ വർക്കുകളാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പ്രിൻസിപ്പാൾ പറയും. കാരൻ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ടോ ആരെങ്കിലും പേടിയുള്ളതായിട്ടോ അവൾ സംസാരിച്ചിരുന്നുവെന്ന് ഹീറോ പ്രിൻസിപ്പാളോട് ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറയും അങ്ങനെ അവളുമായിട്ട് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു, ഫാമിലി കാര്യങ്ങൾ അവൾ പറഞ്ഞിട്ടില്ല, കണക്കുകളിൽ ചില തെറ്റൊക്കെ പറ്റാറുണ്ട്, ഞാനത് ക്ഷമിക്കും. പക്ഷെ അവൾ കൂടുതലും അപ്സെറ്റ് ആയിരുന്നത് അവളുടെ ഭർത്താവിനെ പറ്റി ആലോചിച്ചിട്ടാണ്. എന്നോടത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾ എല്ലാവർക്കും അറിയുമായിരുന്നു. പിന്നെ എവിടുന്നൊക്കെയോ കടം വാങ്ങിയതിന്റെ കുഴപ്പങ്ങളും കൂടെ അവൾക്കുണ്ടായിരുന്നു. എന്നാൽ കൊലപാതകത്തിലേക്കോ മരണത്തിലേക്കോ ഇതെല്ലാം കൊണ്ടെത്തിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല എന്നാ പ്രിൻസിപ്പാൾ പറയും. അത് കഴിഞ്ഞിട്ട് ഹീറോയോട് നിങ്ങളുടെ പോലീസ് ജീവിതത്തിലെ ചില കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇൻസ്പിറേഷൻ ആവും, ഫ്രീ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് വന്ന് ക്ലാസ് എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഹീറോ ശരിയെന്ന് പറഞ്ഞ് സമ്മതിക്കും. അത് കഴിഞ്ഞ് കൂട്ടുകാരിയെ ചെന്ന് കാണുന്നു. കാരൻ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിനക്ക് അറിയുമോ എന്ന് ഹീറോ കൂട്ടുകാരിയോട് ചോദിക്കുന്നു. ഗ്രച്ചൻ പറയും അങ്ങനെ കുഴപ്പമുള്ള പെൺകുട്ടി ആയിരുന്നില്ല, വളരെ നല്ല കുട്ടിയായിരുന്നു, ചെറുപ്പക്കാരിയായിരുന്നു, നീ ഇപ്പം എന്തിനാ ഇതൊക്കെ അന്വേഷിക്കണേന്ന് കൂട്ടുകാരി ചോദിക്കും. ഹീറോ പറയും അങ്കിൾക്ക് ഈ കേസിൽ ഒരു സംശയമുണ്ട്, അതുകൊണ്ട് എന്നെ അന്വേഷിക്കാൻ പറഞ്ഞു, ഞാൻ ആ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വന്നതാണ്. അത് കേട്ട് കൂട്ടുകാരി പറയും അതെ, അവര് സമാധാനത്തിന് അവാർഡൊക്കെ ജയിച്ച കപ്പിൾസ് ആണല്ലോ, എന്നാൽ വളർത്തിയെടുത്തതോ ഒരു മോൺസ്ട്രി, അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, വിട്ടേക്ക്, ഞാനൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവർ നോക്കി നിൽക്കുമ്പോൾ കൂട്ടുകാരി പറയും 1ാം ക്ലാസ്സിൽ അവളുടെ പുസ്തകത്തിലെ ഹീറോ മൂത്രമൊഴിച്ചു വെച്ചെന്ന്, ഞാനങ്ങനെ ചെയ്തിട്ടേ ഇല്ല, ചെയ്യേയില്ല എന്ന് പറയാണ് ഹീറോ. എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയും കൂട്ടുകാരി. അത് കഴിഞ്ഞിട്ട് നീ എന്തായാലും ഇനി 2-3 ദിവസം കാണില്ലേ, ഇന്ന് രാത്രി എവിടുന്ന് കഴിക്കാനാ പ്ലാൻ, ഒറ്റയ്ക്കാണെങ്കിൽ വായോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയാവുള്ളൂ. ഹീറോ ശരിയെന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് പാസ്റ്റിലേക്ക് പോയാൽ എല്ലി ലൂക്കുമായിട്ട് പിണങ്ങിപ്പോയില്ലേ, അവളുടെ പുറകെ ഹീറോയും പോയിരുന്നു. എല്ലി നേരെ പോയത് ഒരു പാറക്കെട്ടിന്റെ അടുത്തേക്കാണ്. എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ ഇങ്ങോട്ടാണ് വരികയെന്ന് അവൾ പറയും. അവളൊരു ബ്രേസ്ലെറ്റ് ഹീറോയ്ക്ക് കൊടുത്തിട്ട് അത് അവളുടെ കയ്യിലേക്ക് അണിയിക്കാൻ പറയുന്നുണ്ട്. ഹീറോ അത് കെട്ടിക്കൊടുക്കുന്ന സമയം ആ ബ്രേസ്ലെറ്റ് പാറകളുടെ ഇടയിലേക്ക് വീണു പോകും. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടവൻ അത് കോലുകൊണ്ട് കുത്തിയെടുത്തിട്ട് വീണ്ടും കെട്ടിക്കൊടുക്കും. അത് എല്ലിയുടെ അമ്മയുടെ ബ്രേസ്ലെറ്റാണ്. അമ്മ ചെറുപ്പത്തെ എലിയെ വിട്ടു പോയതായിരുന്നു. ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ എലിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അവൾ ആ ഉമ്മ പ്രതീക്ഷിച്ചല്ല. ഞാൻ ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് സ്കൂളിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് എലി അവിടെ നിന്ന് മാറിപ്പോവും. ഹീറോ സോറി എന്ന് പറയുന്നുണ്ട്. അവൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോവും. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ ഹീറോ ലോക്കൽ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അവിടുത്തെ കുഞ്ഞു പോലീസുകാരനോട് നിങ്ങൾ ഫാം ഹൗസിൽ എന്തോ തപ്പിക്കൊണ്ടിരുന്നില്ലേ, അതെന്താണെന്ന് ചോദിക്കും. അപ്പൊ ആ പോലീസുകാരൻ പറയും എനിക്ക് ബോഡിയിൽ നിന്നും കിട്ടിയ ബുള്ളറ്റ്സും ലൂക്കിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ ബുള്ളറ്റ്സും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. ബോഡിയിൽ നിന്ന് കിട്ടിയത് മുഴുവൻ ബ്ലൂ ആണ്, പക്ഷേ ലൂക്കിന്റെ വീട്ടിലുള്ളതാവട്ടെ റെഡും, ബ്രൈറ്റ് റെഡ്, രണ്ടും മാച്ച് ആവുന്നില്ല. അപ്പോഴാണ് ലൂക്കിന്റെ ഡെഡ് ബോഡി കിടന്ന ഫോട്ടോഗ്രാഫ് ഹീറോ ശ്രദ്ധിക്കുന്നത്. നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ബോഡി കിട്ടിയ പാടത്തേക്ക് ഹീറോ ചെല്ലാണ്. സ്വന്തം തലയിൽ വെടിവെച്ച അവസ്ഥയിലായിരുന്നു പാടത്ത് ആ ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. ആ സ്ഥലമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഹീറോ ഇത് ലൂക്കിന്റെ പ്രോപ്പർട്ടിയാണ്, ഇതിന് തൊട്ടടുത്തുള്ള 2 പ്രോപ്പർട്ടികൾ വേറെ ആൾക്കാരുടേതാണ്, മുറേ പ്രോപ്പർട്ടി, അതിപ്പോ ആരുടെ കയ്യിലാണെന്ന് ഹീറോ പോലീസുകാരനോട് ചോദിക്കും. ലോക്കൽ പോലീസ് പറയും ജെയ്മി സള്ളിവൻ എന്ന് പറഞ്ഞ പുതിയൊരാളാണ് ഈ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടി നോക്കുന്നത്. ലൂക്ക് മരിക്കുന്ന ദിവസം ജെയ്മിയുടെ കൂടെ റാബിറ്റുകളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് കുടുംബത്തെ കൊന്ന് ആത്മഹത്യ ചെയ്ത്. നമുക്ക് വേണമെങ്കിൽ അയാളെ ചെന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇവരാ ജെയ്മിയെ ചെന്ന് കാണുന്നു. അടുത്ത പ്രോപ്പർട്ടിക്കാരൻ അയാളെ കാണുമ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ തെളിവില്ലാതെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇവര് ജെയ്മിയുടെ തോക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. ആ തോക്ക് ലൂക്ക് ഉപയോഗിക്കുന്ന പോലത്തെ തോക്ക് തന്നെയാണ്. ലൂക്കിന് ആരാണ് ബുള്ളറ്റുകൾ സപ്ലൈ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അത് ഈ ജെയ്മി തന്നെയാണ് ലൂക്കിന് വേണ്ട ബുള്ളറ്റുകൾ കൊടുത്തോണ്ടിരുന്നത്. വില കുറവിന് കിട്ടുന്ന ഏതെങ്കിലും ബുള്ളറ്റുകളൊക്കെ കൊടുക്കും. ഒരുമിച്ച് ഇവര് റാബിറ്റുകളെ പിടിച്ചിട്ടുമുണ്ട്. അന്നേ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വൈകിട്ട് 4 മണി വരെ ഇവർ ഒരുമിച്ച് ബിയറും കുടിച്ച് റാബിറ്റുകളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയവനാ പിന്നീട് മരണവിവരമാണ് ഞാൻ അറിഞ്ഞത്. അന്ന് കുടുംബത്തെക്കുറിച്ച് എന്തെങ്കിലും അവൻ സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ജെയ്മി പറയും ബ്ലഡി വുമൺ എന്ന് മാത്രമേ അവൻ പറയുന്നുണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്നറിയില്ല. ഇതെല്ലാം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഹീറോ അവിടുത്തെ ഒരു ഷോപ്പിലേക്ക് പോവാണ്. പോകുന്ന വഴിയെ ആ പ്രിൻസിപ്പളെയും കാണുന്നുണ്ട്. പുള്ളിക്കാരൻ സൈക്കിളിൽ വീട്ടിലേക്ക് തിരിച്ചു പോവായിരിക്കും. അവിടുത്തെ ആ ചെറിയ ടൗണിൽ ഒരു ക്ലിനിക് ഉണ്ട്. അത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഹീറോ പോയത്. ഹീറോയുടെ ചെറുപ്പത്തിൽ അച്ഛൻ അവിടെ ഒരു കടയുണ്ടായിരുന്നു. ഇവർ ആ കടയൊക്കെ വിറ്റിട്ടാണ് ടൗണിലേക്ക് താമസം മാറിയത്. ഇപ്പം ആ കട ഒരു ക്ലിനിക്കായിട്ട് അവിടുത്തെ ഒരു ഡോക്ടർ നടത്തിക്കൊണ്ടിരിക്കുക. ഹീറോ ആ ഡോക്ടറെയൊക്കെ കണ്ട് കുശലമൊക്കെ ചോദിച്ചിട്ട് ലൂക്കും കാരനും തമ്മിൽ, കൂട്ടുകാരനും ഭാര്യയും തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്കറിയോ എന്ന് ചോദിക്കും. കൂട്ടുകാരനെങ്ങാനും ഭാര്യയെ തല്ലിയിട്ട് ഭാര്യ ക്ലിനിക്കിൽ വന്നിരുന്നോ എന്നാണ് ആ ചോദ്യത്തിനർത്ഥം. അതിന് ഡോക്ടർ പറയും അങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കത് അറിയാലോ, ഐ എം സോറി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മാറിപ്പോവും. അന്ന് വൈകിട്ട് ഹീറോ തന്റെ പഴയ കൂട്ടുകാരിയെ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഇന്ന് അത്താഴം ഒരുമിച്ച് കഴിക്കാമെന്നായിരുന്നല്ലോ അവർ പറഞ്ഞത്. കൂട്ടുകാരി ഹീറോയോട് ചോദിക്കും നിനക്ക് ശരിക്കും ഈ കേസിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, അതോ ലൂക്കിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാവർക്കും അവന്റെ സ്വഭാവം അറിയാം,
അവനിങ്ങനെ ചെയ്യുമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഹീറോ ചോദിക്കും, എല്ലാവരെയും വിട്, നീ വിശ്വസിക്കുന്നുണ്ടോ അവനിങ്ങനെ ചെയ്തിട്ടുണ്ടാവോ എന്ന്? കൂട്ടുകാരിക്ക് അതിന് മറുപടിയില്ല. എനിക്കറിയില്ല, ഞാൻ പോലീസിനൊന്നും പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് കൺവിൻസിംഗ് ആയി തോന്നുന്നത് ഞാൻ വിശ്വസിക്കുന്നു, അത്രയേ ഉള്ളൂ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ കൂട്ടുകാരിയോട് ചോദിക്കും, ലൂക്ക് നീയുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? അവൻ നിന്നെ അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവം കാണിച്ചിട്ടുണ്ടോ? കൂട്ടുകാരി പറയും, ഒരിക്കലുമില്ല, അവൻ എന്നോടങ്ങനെ ബോറായിട്ട് പെരുമാറിയിട്ടില്ല. എല്ലി മരിച്ചതിന് ശേഷം, നീ ഞങ്ങളെ വിട്ട് പോയതിനു ശേഷം ഞങ്ങൾ തമ്മിൽ പിന്നെ അത്ര കണക്റ്റ് ആയില്ല. എപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞ് അടിയായിരുന്നു. അതുകൊണ്ട് ബ്രേക്കപ്പായി, ഞാൻ പിരിഞ്ഞുപോയി. പിന്നെ അവനെക്കുറിച്ച് കാര്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഹീറോ ചോദിക്കും, എല്ലിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ് നീ വിചാരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ധാരണ ഉണ്ടാവുമല്ലോ, അത് പറയും. അത് കേൾക്കുമ്പോൾ കൂട്ടുകാരി, പഴയ കാര്യങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യണോ? എന്തായാലും നീ ചോദിച്ചല്ലേ, ഞാൻ പറയാം. ഞാൻ വിചാരിക്കുന്നു അവൾ ആത്മഹത്യ ചെയ്താണെന്ന്. അവളുടെ വിഷമങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. അവൾ എന്നോട് പറഞ്ഞ് കരയുമായിരുന്നു അവളുടെ അച്ഛനൊരു കുടിയനാണെന്നും അവൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും. എന്നാൽ അവളുടെ കരച്ചിൽ ആരും കേൾക്കാൻ തയ്യാറായില്ല. അതാണല്ലോ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അതുകൊണ്ട് അവൾ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവളുടെ കയ്യിൽ നിന്നൊരു ലെറ്റർ കിട്ടി, അതിൽ നിന്റെ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം എല്ലാവരും നീയാണ് അവളുടെ മരണത്തിന് കാരണമെന്ന് വിശ്വസിച്ചു. എല്ലാവർക്കും എന്തെങ്കിലും വിശ്വസിക്കാനാണ് ആഗ്രഹം. ശരി, അത് വിട്ടുകളയെന്നും പറഞ്ഞ് ഇവർ ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ച് ഹീറോ താമസിക്കുന്ന ലോഡ്ജിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രാൻഡും അയാളുടെ കൂട്ടുകാരനും ഉണ്ടാവും. ഗ്രാൻഡ് ഹീറോയോട് പറയും, നീ ഇനിയും ഈ നാട് വിട്ടു പോയില്ലടാ, ഇപ്പം ഈ പെണ്ണിനെയും പിടിച്ചോ, ഗ്രച്ചയെ സൂക്ഷിച്ചോ, അവൻ്റെ കൂടെ നടക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ അവൻ കൊല്ലാറുണ്ട്, നിനക്കത് അറിയാത്തൊന്നുമല്ലല്ലോ, നിന്നെ ഈ നാട്ടിൽ കാണാൻ പാടില്ല എന്നല്ലടാ ഞാൻ പറഞ്ഞത്, നീ എന്താ പോവാത്തേന്നും ചോദിച്ചിട്ട് ഗ്രച്ച് നിൽക്കുക. നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് മാറിപ്പോവും. അത് കഴിഞ്ഞ് കൂട്ടുകാരിയും ഹീറോയും ചേർന്ന് ബാൽക്കണിയിൽ കാറ്റും കൊണ്ട് നിൽക്കുമ്പോൾ ഹീറോയെ കൂട്ടുകാരി സമാധാനിപ്പിക്കുന്നുണ്ട്, വിഷമിക്കണ്ടടാ എന്നൊക്കെ പറഞ്ഞ്. രണ്ടുപേരും അങ്ങനെ കെട്ടിപ്പിടിച്ച് ഏകദേശം ഉമ്മ വെക്കാനാകും എന്നറിയുമ്പോൾ കൂട്ടുകാരി, ഞാനിപ്പോൾ പോകുന്നത് നല്ലതെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ചെറുപ്പത്തിൽ ഹീറോയ്ക്ക് എല്ലിയായിരുന്നു ഇഷ്ടം, ഈ കൂട്ടുകാരിക്ക് കൂട്ടുകാരനായിരുന്നു ഇഷ്ടം. ഇപ്പൊ ഇവര് രണ്ടുപേരും ഇഷ്ടത്തിലാവുമോ? എന്തിലാവട്ടെ, സമാധാനമില്ലാത്തൊരു ജീവിതം. ഇത് കഴിഞ്ഞന്ന് രാത്രി തന്നെ ഹീറോ കൂട്ടുകാരന്റെ ഫിനാൻസ് അക്കൗണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ഇത് പറയാൻ വേണ്ടി പിറ്റേ ദിവസം കൂട്ടുകാരന്റെ അച്ഛനെയും അമ്മേനെയും കാണാൻ ചെല്ലുന്നു. അക്കൗണ്ട്സിനകത്ത് നിങ്ങൾ സംശയിക്കുന്നത് പോലെ കുഴപ്പമൊന്നുമില്ല എന്ന് ഹീറോ ആൻറ്റിയോട് പറയും. അപ്പം ആൻറ്റി ആണെങ്കിൽ കൂട്ടുകാരൻ്റെ വീട്ടിലെ സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കിക്കൊണ്ടിരിക്കുക. അതിൽ 2-3 പുസ്തകങ്ങൾ ലൈബ്രറി കൊടുക്കാനുണ്ട്, അത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട എന്ന് ഹീറോ പറയും. ആൻറ്റിയെ കണ്ടതിന് ശേഷം അങ്കിളിനെയും ചെന്ന് കണ്ടിട്ട് ഹീറോ, അക്കൗണ്ട്സിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ പലിശക്കാര് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അവർക്ക് വേണ്ട പണം ലൂക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. എന്നാ ഇനി നോക്കണ്ട, തിരിച്ചു പോയിക്കോളൂ, നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് അങ്കിള് പറയുന്നുണ്ട്. പുള്ളിക്കാരന് വിഷമം ഉണ്ടാവും, എന്നാലും അത് സഹിച്ചിട്ട് ഹീറോയോട് പോകാൻ പറയാണ്. ഹീറോയ്ക്കാണെങ്കിൽ പോകാൻ മനസ്സില്ല. എന്തോ ഒരു കുഴപ്പം ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ എന്നവൻ്റെ മനസ്സ് പറയുന്നുണ്ടാവും. അത് കഴിഞ്ഞ് എലി വിഷമം വരുമ്പോൾ ഒരു പാറക്കെട്ടി പോയിരിക്കില്ലേ, ഹീറോയും അവിടെ ചെന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് പഴയ കാലത്തെക്കുറിച്ച് ആലോചിക്കും. ഇവർ 4 പേരും കൂടെ ഒരു ദിവസം രാത്രി ക്യാമ്പ് അടിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ ലൂക്ക് തമാശ എന്ന വണ്ണം കൊക്കയിലേക്ക് വീഴുന്നത് പോലെ അഭിനയിച്ചു. അതിൽ ദേഷ്യം വന്നിട്ട് ഹീറോ ലൂക്കുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ലൂക്ക് ഇങ്ങനെയൊക്കെ പറ്റിച്ച് ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം കൂട്ടുകൂടില്ല എന്ന് പറഞ്ഞിട്ട് എലി വീണ്ടും പിണങ്ങിപ്പോകുന്നു. ഇതെല്ലാം ഓർത്തു കഴിഞ്ഞ് ഹീറോ പിറ്റേന്ന് ആ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങാണ്. അപ്പോഴായിരിക്കും ആൻറ്റി തന്നുവിട്ട ആ ലൈബ്രറി പുസ്തകങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഹീറോ ലൈബ്രറിയിലേക്ക് പോവുക. ആ സമയത്ത് ഈ പുസ്തകങ്ങളൊന്ന് പരതി നോക്കുന്നുണ്ട്. അപ്പൊ ഈ ബുക്കിനകത്ത് ഹീറോയെ പറ്റിയുള്ള ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ഹീറോ കാണും. അതെങ്ങനെ വന്നോന്നറിയില്ല. അതേപോലൊരു ബില്ലിന് പുറകിലായി ഗ്രാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ ഹീറോ ലോക്കൽ പോലീസിനെയും വിളിച്ചിട്ട് മരിച്ച എല്ലിയുടെ കസിനില്ലേ ഗ്രാൻഡ്, അവനെ പിടിക്കാൻ വേണ്ടി ചെല്ലും. ഇവര് ചെല്ലുമ്പോൾ അയാൾ കൂളായി ഏതോ ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാവും. അയാളെയും പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ട് ഹീറോ ഗ്രാൻഡിനോട് ചോദിക്കുകയാണ്, മരിച്ച കൂട്ടുകാരന്റെ ഭാര്യ കാരനുമായിട്ട് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. അയാൾ പറയും, എനിക്കൊരു ബന്ധമില്ല, ഞാൻ ആ പെണ്ണിനെ ദൂരെ വെച്ച് കണ്ടിട്ടേ ഉള്ളൂ, നീ ഇപ്പം എന്തിനാ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നു, എന്നെ കൊടുക്കാനാണോ നിന്റെ പ്ലാൻ എന്ന്. അപ്പൊ ഹീറോ, നിനക്ക് അവളുമായിട്ട് ബന്ധമില്ലെങ്കിൽ, ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ, പിന്നെ എന്തുകൊണ്ട് മരിക്കുന്നതിന് ഒരാഴ്ച മുന്നേ ഈ ബില്ലിൽ എന്തുകൊണ്ട് അവൾ നിന്റെ പേര് എഴുതി വെച്ചു? ഇത് കണ്ട ഉടനെ ഗ്രാൻഡ് ദേഷ്യപ്പെടാ, നിങ്ങൾ 2 പേരും കൂടെ എന്നെ കൊടുക്കാൻ നോക്കണ്ട, പഴയ പകയും വെച്ചിട്ട് എനിക്കും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അവര് മരിക്കുന്ന സമയത്ത് ഞാൻ പബ്ബിലായിരുന്നു, വേണമെങ്കിൽ പബ്ബുകാരോട് ചോദിച്ചു നോക്ക്, അന്നേ ദിവസം മുഴുവനായിട്ട് ഞാൻ പബ്ബിലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ലൂക്കിന്റെ ഫാമിനടുത്തുള്ള ഫാം നിങ്ങളുടേതാണ്, ലൂക്ക് അത് വിൽക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ലൂക്കിനെയും ഫാമിലിയെയും കൊന്നുകഴിഞ്ഞാൽ അത് സ്വന്തമാക്കാൻ കഴിയുമല്ലോ അല്ലേ? ഇത് കേട്ട് ഗ്രാൻഡ് വീണ്ടും ചൂടാവുന്നു. എന്നെ കൊടുക്കാൻ തീരുമാനിച്ചാൽ നീ കുടുക്കിക്കോ, അതിനാവശ്യമില്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കണ്ട. ഞാൻ അന്നേ ദിവസം മുഴുവൻ പബ്ബിലായിരുന്നു, എനിക്ക് അവന്റെ കുടുംബത്തെ കൊല്ലേണ്ട ആവശ്യമില്ല, നീ വേണമെങ്കിൽ അവിടെ ഉള്ളവരോട് ചോദിച്ചു നോക്ക്. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ഇന്നു മുതൽ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, പഴയ കാര്യങ്ങൾ ഞങ്ങൾ ചെക്ക് ചെയ്യും, ഏതെങ്കിലും ഒരു അലിബൈ കൊണ്ട്
നിനക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കണ്ട. അതിന് ഗ്രാൻഡ് പറയും, പണ്ടൊരു അലിബൈ കൊണ്ടല്ലേ നീ രക്ഷപ്പെട്ടത്. റാബിറ്റുകളെ വേട്ടയാടുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കസിനെ കൊന്നവനാണ് നീ. എന്നിട്ട് ഇപ്പം നല്ലവനെ പോലെ സംസാരിക്കണ്ട. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ലോക്കൽ പോലീസിന് ഹീറോയെ സംശയമാവും. ഇവർ തമ്മിലുള്ള പഴയ പകകൾ വീട്ടുകയാണോ എന്ന് അയാൾക്കൊരു സംശയം. അത് കഴിയുമ്പോൾ ഹീറോ ലോക്കൽ പോലീസിന്റെ അടുത്ത് അന്നേ ദിവസത്തെ CCTV ഫൂട്ടേജുകളെല്ലാം ചോദിക്കുന്നുണ്ട്. 2-3 സ്ഥലത്തെ CCTV ഫൂട്ടേജ് കിട്ടിയിട്ടുള്ളൂ. അതിൽ സ്കൂളിന് ഫ്രണ്ടിലുള്ള CCTVയിൽ കാരൻ 2 കുട്ടികളെയും പിക്ക് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അതിൽ അവളെ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ പിക്കിംഗ് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവൾ കൊല്ലപ്പെടുന്നത്. ഇവൾ ഇറങ്ങിപ്പോയതിനു ശേഷം സ്കൂള് കഴിഞ്ഞ് പ്രിൻസിപ്പാൾ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങേരെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ നേരെ വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞവര് ലൂക്കിന്റെ ട്രക്ക് ചെക്ക് ചെയ്യും. അതിനകത്ത് സംശയിക്കുന്ന പോലെ ഒന്നുമില്ല. ആ ട്രക്ക് ഇവർക്ക് കിട്ടിയത് ഫാമിൽ നിന്നാണ്. ഇതെല്ലാം ഹീറോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പഴയ ഫ്ലാഷ് ബാക്കിലേക്ക് വീണ്ടും പോകുന്നത്. ഹീറോയുടെയും കൂട്ടുകാരുടെയും ഹൈസ്കൂൾ പഠനത്തിന്റെ അവസാന നാൾ. അന്ന് എല്ലി ലൂക്കുമായിട്ട് സംസാരിക്കാൻ മടിക്കുന്നു. അവനുമായിട്ട് കൂട്ട് വേണ്ട എന്നാണ് അവൾ പറയുന്നത്. അത് കഴിഞ്ഞ് ഹീറോയെ കണ്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് ബൈ പറയുന്നു. ആ സമയത്ത് ഹീറോ പെട്ടെന്ന് തന്നെ വൈകിട്ട് റിവറിന്റെ അടുത്ത് വെച്ച് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എല്ലിക്ക് കൊടുക്കും. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ ഹീറോയുടെ കാറിന് മുകളിലായി ഒരു പശുക്കുട്ടിയുടെ ജഡം ആരോ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതേപോലെ ഹീറോയാണ് എലിയെ കൊന്നതെന്നും പറഞ്ഞിട്ടുള്ള കുറെ പോസ്റ്ററുകൾ ആ നാട്ടിലെ കടകളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഇതെല്ലാം ചെയ്തത് എലിയുടെ കസിനാണ്. ഹീറോ അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൻ പ്രതികാരം ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് അവനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവനിട്ട് 2 ഇടി കൊടുക്കാൻ വേണ്ടി ഹീറോ ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ വന്ന് ഹീറോയെ തടഞ്ഞിട്ട് അവനെ വെറുതെ വിട്ടേക്ക്, കൂടുതൽ പ്രശ്നം വഷളാക്കണ്ട, ഇതിപ്പോ കോംപ്രമൈസ് ആയി പോവാം, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ, വണ്ടി നമുക്ക് കഴുകാം, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പാൾ ഹീറോയെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് തന്നെ ഫ്ലാഷ് ബാക്കിൽ ഹീറോ തോട്ടിൽ എലിക്ക് വേണ്ടി കാത്തിരുന്നു. എന്നാൽ എലി അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ പ്രിൻസിപ്പാൾ ഹീറോയെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഹീറോയുടെ വണ്ടിയൊക്കെ കഴുകി കൊടുക്കും. അത് കഴിഞ്ഞ് പ്രിൻസിപ്പാളുടെ ഭാര്യയുമായിട്ട് ഹീറോ സംസാരിക്കുന്നു. മരിച്ച കാരൻ പ്രിൻസിപ്പാളുടെ ഭാര്യയുടെ നല്ലൊരു സുഹൃത്തായിരുന്നു. അവൾ മരിച്ചതുകൊണ്ട് ഭാര്യയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട്. ആ ദുഷ്ടൻ അവളെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന് ആ ലേഡി ഹീറോയോട് പറയും. അപ്പൊ പ്രിൻസിപ്പാൾ ഹീറോ ആക്ച്വലി ആ ദുഷ്ടന്റെ പഴയ കൂട്ടുകാരനാ, അവൻ ഇങ്ങനത്തെ ഒരുവനാണെന്ന് ഇങ്ങേരും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ പ്രിൻസിപ്പാൾ പഴയ ഫോട്ടോയൊക്കെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് എന്റെ ഭാര്യ പെട്ടെന്ന് ലൂക്കിനെ കുറ്റം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട, അവൾ ഒരുപാട് വിഷമത്തിലാണ്, ഞങ്ങൾ മെൽബണിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം മെൽബണിയുള്ള സമയത്ത് കുറച്ച് കൊള്ളക്കാര് വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി പണമൊക്കെ തട്ടിക്കൊണ്ടുപോയി. അവരെ പേടിച്ചിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നത്. അന്ന് മുതൽ അവൾ അപ്സെറ്റാണ്. എന്നെ വിട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട് എനിക്ക്. അവളുടെ മാനസിക നില ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പാൾ ഹീറോയെ പറഞ്ഞുവിടും. അത് കഴിഞ്ഞ് ഹീറോ താൻ പണ്ട് താമസിച്ച വീട്ടിലേക്ക് വരികയാണ്. അവിടെ ഇപ്പൊ ആരുമില്ല. ആ വീട് കാണുമ്പോൾ പഴയ ഓർമ്മകൾ ഹീറോയ്ക്ക് വരും. അന്ന് എലിയെ കാണാതെ തിരിച്ച് ഹീറോ വീട്ടിലേക്ക് വന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു പുഴയിൽ നിന്നും ഒരു ജഡം കണ്ടുകിട്ടിയത്രേ. ഒരു ടീനേജ് കുട്ടിയുടേതാണെന്നാണ് പറഞ്ഞത്. ആരുടേതാണെന്ന് എനിക്ക് അറിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു എന്ന് ഹീറോയുടെ അച്ഛൻ പറയും. ഇത് കേട്ടുടനെ ഹീറോ തോട്ടിലേക്ക് ഓടിപ്പോകുന്നുണ്ട്.